ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഗോബ്സ് വേൾഡ്. അപ്പോൾ നമ്മുടെ ഗോബ്സ് വേൾഡ് എന്നുള്ള ചാനലിൽ ഞാൻ വീണ്ടും വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്, ലോങ് വീഡിയോയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നേക്കാൾ മുന്നേ ഞാൻ ഒരു കാര്യം പറയണം. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കുറേ മാങ്ങ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇപ്രാവശ്യം ഈ കാണുന്ന മാവില്ലേ, ഈ മാവിൻ്റെ മുകളിൽ മാങ്ങ ഉണ്ടായില്ല. മാങ്ങ ഉണ്ട്, പക്ഷേ കഴിഞ്ഞ വർഷത്തെ പോലെ ഉണ്ടായില്ല. കഴിഞ്ഞ വർഷം മാങ്ങയുടെ ഭാരം കാരണം കൊമ്പ് വരെ പൊട്ടിപ്പോന്നു കേട്ടോ. അത്രയും മാങ്ങ ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഇപ്രാവശ്യം അത്ര അങ്ങോട്ട് അതിൻ്റെ മുകളിൽ മാങ്ങ ഉണ്ടായിട്ടില്ല. എന്നാലും ഉണ്ടായിട്ടുണ്ട്, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ഒന്നരാടായിട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ. കഴിഞ്ഞ കൊല്ലം നല്ല ഉണ്ടായ സ്ഥിതിക്ക് ഇക്കൊല്ലം കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇനി അടുത്ത കൊല്ലം നല്ല ഉണ്ടാവും കേട്ടോ. അങ്ങനെയാണ് ഇത് കണ്ടുവരാറ്, അതിൻ്റെ ഒരു പ്രകൃതം. പിന്നെ മൂവാണ്ട മാവിൻ്റെ മുകളിൽ ഉണ്ടായിട്ടുണ്ട്, പിന്നെ പുളിമാവിൻ്റെ മുകളിൽ ഉണ്ടായിട്ടുണ്ട്. പുളിമാങ്ങ ഇപ്പോൾ പുളിച്ചിട്ട് വായിൽ വെക്കാൻ പറ്റില്ല, പഴുത്താലും നന്നല്ല കേട്ടോ. പഴുത്ത് കഴിഞ്ഞാൽ പഴുത്ത് വരുമ്പോൾ തന്നെ അതിൽ പുഴു വരും. അപ്പോൾ ഇന്ന് അതൊക്കെ പൊട്ടിച്ചിട്ട് ഒന്ന് അച്ചാറിടുക അല്ലെങ്കിൽ ഉപ്പിലിടുക എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. മുളത്തേക്ക് ഇതിലും വലിപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കുറേ മാങ്ങ, പക്ഷെ നല്ല നട്ടപ്പുറ വെയിലാണ്. ഉണ്ണി ഉറങ്ങണ കാരണം കൊണ്ട് ഞാൻ ഇറങ്ങിയതാണ് കേട്ടോ, ഇത് ഇതാക്കാൻ വേണ്ടിയിട്ട്, പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ മുകളിൽ മൂവാണ്ട മാവിൻ്റെ മുള്ളുണ്ട്. ഇതിങ്ങനെ കിളി കൊത്തി വീഴാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അതുകൊണ്ട് പൊട്ടിച്ചിട്ടേ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് കുരുമുളക് പൊട്ടിക്കാനുണ്ട്. ഉള്ള കുരുമുളക് ഇങ്ങനെ വെയിലത്ത് വെച്ചിട്ടുണ്ട്, ഉണക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചിതാ ഇവിടെ ഉണക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി പൊട്ടിക്കാനുണ്ട് കേട്ടോ. തോട്ടിയൊന്നും ഇല്ലാത്ത കാരണമാണ് ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നിരുന്നത്. അപ്പുറം വരുകാരെ നിൽക്കാൻ വയ്യ കേട്ടോ. ഇവിടെ മാങ്ങതെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നോക്കിയാൽ മാങ്ങ ഇവിടെ കിടപ്പുണ്ട്. മാങ്ങ പൊട്ടിക്കാൻ നോക്കിയപ്പോൾ കൊമ്പ് പൊട്ടി വീണു കേട്ടോ. അപ്പം എന്നാൽ കൊമ്പ് ഉടക്കാൻ അങ്ങോട്ട് എല്ലാം കൂടി അങ്ങോട്ട് തമർത്താമെന്ന് വിചാരിച്ചു. ഇതെവിടെയൊക്കെ മാങ്ങ വീണിട്ടുണ്ട്. ആ സാരില്ല, പോരോ, ഞാൻ പറക്കോളൂ. പിന്നെ വെയിലത്തല്ലേ. ആ പൊക്കോളൂ, ഞാൻ പറക്കിയിട്ട് വരാം. ഓക്കെ. മാങ്ങ പൊട്ടിക്കലൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടോ. ഇനി വൈകുന്നേരം പൊട്ടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം നല്ല വെയിൽ കാരണം അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ രാവിലെ ജലൂട്ടിനെ പനി മാറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഡയറി മിൽക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടേ ഉള്ളൂ. ചൂട് കാരണമാണ് കേട്ടോ ഈ ഇങ്ങനെ ഉരുകണത്. ഇത് അതും കഴിച്ചോണ്ട് ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. റോട്ടിൽ കൂടെ വണ്ടി പോകണം കേട്ടോ, ശബ്ദം. അപ്പം നേരെ സന്ധ്യയായി ഗൈസ്. അപ്പം ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് നേരത്തെ കണ്ട ഡ്രസ്സല്ല ഇപ്പോഴത്തെ വീഡിയോയിൽ. അത് ഞാൻ ഡ്രസ്സ് മാറ്റിയതാണേ. പിന്നെ അപ്പം മാങ്ങയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇന്നത്തെ ഒരു ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാങ്ങ പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ദിവസം തന്നെയായിരുന്നു. അല്ലാതെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ ശിവു ഇതേ ഇവിടെ ഓരോ കുരുത്തക്കേടൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ശിവുവിന് വേറെ പണിയൊന്നുമില്ല. ശിവുവിന് ഇതേപോലെ കുരുത്തക്കേട് ഇങ്ങനെ കാണിക്കാനാണ് പണി. പിന്നെ ഈ ഇരിക്കുന്നത് മുത്തശ്ശൻ്റെ വീൽ ചെയറാണ് കേട്ടോ. പിന്നെ പീലേക്ക് സാധനങ്ങൾ നമ്മൾ ഹോൾസെയിലായിട്ട് മേടിക്കുമ്പോൾ കൊണ്ടുവരുന്ന സാധനങ്ങൾ, പെട്ടിയും കാര്യങ്ങളൊക്കെയാണ് പിറകിലിരിക്കുന്നത്. അത് മറ്റേ ആക്രിക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചേക്കണതാണ് കേട്ടോ. ഹലോ പറയാ ശിവു. ഹലോ ശിവു. അതെ, കുട്ടിക്ക് ആകെ കൂടെ പറയാനുള്ള കാര്യങ്ങള് ശിവു എന്നാണ് പേര്. ജലൂട്ടന്റെ ശിവു ആണ്. ജലൂട്ടൻ ശിവുവിനെ ഓപ്പോള് എന്നാണ് വിളിക്കുക. അംഗനവാടി പോണുണ്ട്. ഇതൊക്കെയാണ് ശിവുവിന്റെ വർത്താനങ്ങള്. അല്ലേടി കല്യ, ഇതൊക്കെയാണ്. പൊന്നൂട്ട വന്നിട്ട് നീ കളിക്കാൻ പോവാഞ്ഞിട്ടല്ലേ അവൻ അവന്റെ പാടോക്കി പോയി. അവൻ കളിക്കാൻ വേണ്ടി വന്നു. ശിവുവിനെ വിളിച്ചു. അപ്പൊ ശിവു മാങ്ങ പൊട്ടിക്കണ തിരക്കില്ലല്ലേ ഉണ്ടായിരുന്നു. അപ്പൊ അവൻ അവന്റെ വീട്ടിൽ പോയി. കളിക്കാതെ പോയി അവൻ. ബക്കറ്റിന്റെ ആവശ്യമൊന്നുമില്ല, നിലത്തേക്ക് കിട്ടോ. അമ്മ അതിന്റെ അപ്പുറത്തൊക്കെ ഉണ്ട്.
ആ തരാം. അല്ല മധുരമുണ്ടല്ലേ? എങ്ങനെയുണ്ട്? പുളിയാ? നല്ല പുളിയാണോ? പിന്നെ ഈ എന്തിനു തിന്നണ്? ആ പിന്നെ എന്താ ധൈര്യമില്ലേക? ഞാൻ ഉച്ചക്ക് കയറാൻ നോക്കിയിട്ട് കയറാൻ പറ്റിയില്ല, അതുകൊണ്ടല്ലേ ഞാൻ അമ്മേനെ വെയിറ്റ് ചെയ്തിരുന്നത്. ഏ ആ മതി, അത്ര മതി. ഞങ്ങളെ കാണിക്കുന്നില്ല. ഒക്കെ ചള്ളാണ്, ഒന്നും മൂത്തിട്ടില്ല. കുഞ്ഞാപ്പുണ്ട് വാ. ഇപ്പൊ ഇത്രയും മാങ്ങ പൊട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയും മാങ്ങ ഉണ്ട്, പക്ഷെ അത് പൊട്ടിക്കാനുള്ള ഇതില്ല, കപ്പാസിറ്റി ഇല്ല. അപ്പോൾ ഇതിൽ വെച്ച് അവസാനിപ്പിച്ചു. ഉണ്ടല്ലോ, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ കുറേ നാൾക്ക് ശേഷം കേട്ടോ യൂട്യൂബിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തെറ്റുകുറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കുക. നമുക്ക് വരും വീഡിയോസിലെല്ലാം ശരിയാക്കാം. അപ്പോൾ പറഞ്ഞ പോലെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ.